പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? ഇത്തവണ പബ്ലിക് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ക്രാഷ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ മിസ് സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒപ്പം തന്നെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതെന്താണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ മിസ് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ മിസ്സാക്കാതെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യം, കാരണം നമ്മൾ ചില ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചില ചാപ്റ്റേഴ്സ് നമ്മൾ തൊട്ട് നോക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും അറിയണം അല്ലേ? കാരണം എക്സാമിന് ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് എക്സാം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണിത്. കാരണം മുന്നത്തെ നമ്മുടെ ക്ലാസ്സുകളൊന്നും തന്നെയല്ല നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇത് പുതുതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റെക്കോർഡായിട്ട് കിട്ടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ചാപ്റ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ചില ടോപ്പിക്സ് നോക്കി നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്പീഡിലൊന്നും കണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2x സ്പീഡിലോ അല്ലെങ്കിൽ 1.5x ഇട്ടിട്ട് നമുക്ക് സ്പീഡിൽ കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് നമുക്ക് ഓക്കെ ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് കാണാം. അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ടോപ്പിക്സ് ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ ടോപ്പിക്സ് കിട്ടണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഷോർട്ട് മീൻസ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൽ നിന്നും അറിയേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അറിയണം അതൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമുക്ക് ചാപ്റ്ററിന്റെ തിയറി പോർഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് തരും? നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ തരും. അതായത് ഓരോ ചാപ്റ്ററിനും വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. ആ വർക്ക് ഷീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ അവിടെ ഉണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പുതുതായിട്ട് ചോദിക്കാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അരച്ച് കലക്കി അങ്ങോട്ട് പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം നമുക്ക് അത് മനസ്സിലായോ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നടത്തുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ശരിക്കുള്ള എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആലോചിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് നടത്തുന്നുണ്ട്, ശരിക്കുള്ള എക്സാമിന് മുന്നേ തന്നെ നമ്മൾ മോഡൽ എക്സാംസ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മോഡൽ എക്സാമോട് കൂടെ എന്തായിരിക്കും, കത്തം ഹൊകയെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ മിസ്സാക്കാതെ കണ്ടു കഴിഞ്ഞാൽ മിസ് ഇത് ഉറപ്പ് തരാം, നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് തന്നെയാണ് അല്ലേ? കാരണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ വർഷങ്ങളിലും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ബാച്ചാണ് ഇത്. അപ്പോൾ അത് വളരെ നിങ്ങൾക്ക് നല്ലോണം 100% യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബാച്ച്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസിൻ്റെ പ്രത്യേകത മിസ് പറഞ്ഞുതരാം. ഇതുവരെ ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും, അതായത് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ട് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബേസിക് ടു അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ മിസ് പറഞ്ഞല്ലോ, തിയറി മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചു തരാം, തിയറീൻ്റെ കൂടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അതും എന്തായിരിക്കും, എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ബോക്സുകളും നിരത്തി എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ അവിടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. എക്സാമിന് ഏതൊക്കെ ഭാഗത്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അങ്ങനെ എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പോൾ കുറേ നേരം വലിച്ചു നീട്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കില്ല, വളരെ ക്ലിയർ എന്താ പറയുക ക്രിസ്പ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതും എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുക അല്ല, അപ്പോൾ സിമ്പിൾ ടു ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ചെയ്ത് നോക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, പുതിയ പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക്
അതല്ല നമുക്കിപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമ്മളിപ്പോൾ ഒരു ഗൈഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ നമുക്കിവിടെ പ്രധാന പ്രശ്നം വരുന്നത് പെട്ടെന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് അവിടെ വന്നു വയ്ക്കും. മാത്സിലൊക്കെ ഏതെങ്കിലും ഇപ്പോൾ ഒരു നമ്പർ അത് പെട്ടെന്ന് വന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട്, ഇതിപ്പോൾ ഇതിങ്ങനെ വന്നത്. നമുക്ക് ചില ഉത്തരങ്ങൾ ഉത്തരം ഇവിടെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അതെങ്ങനെ ഇപ്പം അങ്ങോട്ട് വന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓരോന്നും നമ്മുടെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ഓരോന്നും ലൈവായിട്ട് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എക്സാം സ്ട്രാറ്റജീസ്, നമുക്ക് കുറച്ച് കോഡൊക്കെ വേണ്ടേ. അപ്പോൾ എക്സാമിന് നമുക്ക് നല്ല രീതിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, മറക്കാതിരിക്കാനായിട്ട് കുറച്ച് കോഡുകളൊക്കെ വേണം. പ്രത്യേകിച്ച് ബയോളജിയിൽ അല്ലേ. ബയോളജിയിലൊക്കെ മിസ് ഇപ്പോൾ ബയോളജി എടുക്കുന്നത്. അപ്പോൾ ബയോളജി നമ്മൾ എടുക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് മിസ് എന്ത് പറഞ്ഞു തരും, കുറച്ച് കോഡുകളൊക്കെ പറഞ്ഞു തരും അല്ലേ. കോഡുകളൊക്കെ വേണം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ചില ടിപ്സുകൾ വേണം എക്സാമിന് നല്ല മാർക്കൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 26 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നെ അവസാനിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ, ഫെബ്രുവരി 10 ഇത് അവസാനിക്കുന്നുണ്ടായിരിക്കുക. അതായത് ഫെബ്രുവരി 10 കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ബാക്കി ഇനി സമയമുണ്ട് റിവിഷൻ ചെയ്യാനായിട്ട്. ഇനി സമാധാനമായിട്ട് റിവിഷനൊക്കെ ചെയ്യാം. അപ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഒരു ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, റെഡി. ഇനി ഇതിൻ്റെ ഫീസ് നോക്കുകയാണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഫീസ് നോക്കി കഴിഞ്ഞാൽ 799 ആണ് ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു 799 എന്ന് പറയുന്ന ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കാര്യം, ഇതെങ്ങനെയാണ് മിസ്സേ ഫ്രീ ആയിട്ട് കിട്ടുക ഈ ഒരു ബാച്ച്? ഈ 799 രൂപ എനിക്ക് കൊടുക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഫ്രീ ആയിട്ട് ഇത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് മിസ് പറഞ്ഞിരുന്നത്. അതായത് നിങ്ങൾക്ക് സീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തോ. ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എത്ര നല്ല ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളായിട്ട് ഒരു ആഡും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം, അതായത് ഇപ്പോൾ 7ാം ക്ലാസ്സിലല്ലേ എൻ്റെ കുട്ടികൾ, അടുത്ത വർഷം 8ാം ക്ലാസ്സിൽ നിങ്ങൾ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച്, റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഇത്രയുള്ള മക്കളെ എക്സാമിനറിൻ്റെ അടുത്ത 8ാം ക്ലാസ്സിൽ നിങ്ങൾ വീണ്ടും നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 8ാം ക്ലാസ്സിൻ്റെ ബാച്ചും സെപ്പറേറ്റ് എടുക്കണം. ഈ ഒരു ക്രാഷ് ബാച്ചും പൈസ കൊടുത്ത് വാങ്ങണം. അങ്ങനെ രണ്ടും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ അടുത്ത 8ാം ക്ലാസ്സിൻ്റെ എക്സാമിനർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 7ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു നമുക്ക് ശരിക്കും എമൗണ്ട് 799 അല്ലേ. അപ്പം നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, മിസ് ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ സൃഷ്ടി ബാച്ചിൽ ഞാൻ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. അതായത് ഈ ഒരു ഇത്രയും എമൗണ്ട് കൊടുക്കേണ്ട, ഇതിൻ്റെ ഒരു 50% മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടായി കൊടുക്കണം. അത്രയും പെർസെൻറ്റേജ് കുറച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ, നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്തായാലും നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ 50% പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആലോചിച്ച് തീരുമാനം എടുക്കുക. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസിഷൻ തന്നെ എടുക്കുക. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് വേഗം നേരെ ഗ്രാബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളുണ്ട് മക്കളെ നിങ്ങളുടെ കൂടെ. അപ്പോൾ കട്ടക്ക് ഇത്രയും ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. അപ്പം നമ്മൾ ഇത്തവണത്തെ പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് നമ്മൾ എഴുതും. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.